തൃശൂൽ, നിനക്ക് എന്നും ഇത് തന്നെയാണ് ഗതി. ഈ ഒരു ദിവസം മാത്രമല്ല, നീ എന്റെ കൂടെയുള്ള എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാ. ഇതെന്താ പറ്റി ദൈവമേ? നേരം വെളുത്തോ? അല്ല, ശിവാനിയുടെ അയ്യോ, ഇതിപ്പോ കഴിഞ്ഞ രാത്രി എന്താ സംഭവിച്ചേ? എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ എന്തോ? രാത്രി പെട്ടെന്ന് കഴിഞ്ഞു പോവാണല്ലോ. ശിവാനി എവിടെ? ഇന്നലെ രാത്രി ഞാനെല്ലാം ഇവിടെ ഡെക്കറേറ്റ് ചെയ്തു വെച്ചു. ശിവാനി ഇവിടെ വന്നു. അവളോട് ഫസ്റ്റ് നൈറ്റ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് സെക്കൻഡ് നൈറ്റ് ഇങ്ങനെയെല്ലാം ഡെക്കറേറ്റ് ചെയ്തെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിച്ചേ? ഇതിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഇപ്പെന്താ ചെയ്യാ? ശിവാനി, തൃശൂൽ, കോഫി കുടിക്കേ. ശിവാനി, എനിക്ക് ഈ കോഫി ഒന്നും വേണ്ട. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചെന്ന് പറ. തൃശൂൽ, നിനക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും കേട്ടാ എന്താ വിചാരിക്കുക? ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. മിണ്ടാതെ കാപ്പി കുടിക്കുന്നുണ്ടോ? ശിവാനി പ്ലീസ്, രാത്രി. ശിവാനി, അയ്യോ ദൈവമേ, 2 ദിവസം കഴിഞ്ഞു പോയി. ശിവാനി തൊട്ടതുപോലും എനിക്ക് ഓർമ്മയില്ല. രാത്രി എന്ത് പറ്റിയെന്ന് ചോദിച്ചാ അവള് വാ പോലും തുറക്കുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ശിവാനി, തൃശൂൽ ഇതുവരെ എഴുന്നേറ്റില്ലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് കുറച്ച് മടി കൂടിയിട്ടുണ്ട്. മുമ്പൊക്കെ 6 മണിയാവുമ്പോ എഴുന്നേക്കുമായിരുന്നു. ഇപ്പൊ 8 മണിയായാലും അവൻ എഴുന്നേക്കില്ല. എണീറ്റ് കാപ്പി കുടിക്കുന്നു. ഓ, നീ അവനെ എഴുന്നേപ്പിച്ച് കോഫിയും കൊടുത്തോ? ശിവാനി, പറയാൻ മറന്നു, നീ ഉണ്ടാക്കിയ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ശരിയാ, ഇത്രയും നല്ലൊരു കോഫി ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ശിവാനി, നീ പുറത്ത് ജനിച്ചു വളർന്നവളാ. ഈ വീടുമായിട്ട് ഒത്തുചേരാൻ കുറച്ച് സമയമെടുക്കുമെന്ന് കരുതിയതാ. പക്ഷേ നീ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചു. നീ എന്ന് വെച്ചാ ഈ വീട്ടിൽ എല്ലാവർക്കും ജീവനാ. ഇവിടുത്തെ ബെസ്റ്റ് മരുമകള് നീ തന്നെയാ. അതെ, നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടാൻ തൃശൂൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട്. അവന് ഭർത്താവായിട്ട് കിട്ടാൻ ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ട്. എന്റെ പ്രണയം ഇല്ലാതാക്കിയവനവൻ. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇതുപോലെ നന്നായിട്ടിരുന്നാ മതി, അതേ ആഗ്രഹമുള്ളൂ. ഞങ്ങളെ ജീവിതം തുടങ്ങിയിട്ടുമില്ല, തുടങ്ങാനും പോകുന്നില്ല. എന്താ മോളെ ശിവാനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. തൃശൂലിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്? നാണം കൊണ്ട് വാക്കുകളൊന്നും വരില്ലായിരിക്കും. എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ വരാം. മധു, എല്ലാരും ഇപ്പൊ കഴിക്കാനായിട്ട് വരും, വേഗം റെഡിയാക്കാം. ശരി കൊച്ചമ്മ. ത്രിവിക്രം, നീ ഇപ്പോഴാണോ വരുന്നത്? ഇതുവരെ എവിടെ പോയിരിക്കായിരുന്നു? രാത്രി മുഴുവൻ എവിടെ പോയിരിക്കായിരുന്നു? എന്താ നീ വല്ലാതിരിക്കുന്നത്? എന്താ പറ്റിയത് നിനക്ക്? നിക്ക്, ഞാൻ തന്നെ വിളമ്പിത്തരാം. നിന്നോടാ ഞാൻ ഈ ചോദിക്കുന്നത്. ത്രിവിക്രമ, എന്തു പറ്റി മോനെ? മരുമോനെ, നന്നായി വിശക്കുന്നുണ്ടോടാ? ഒന്ന് പതുക്കെ തിന്നടാ.
ത്രിവിക്രം, ഞങ്ങൾ നിന്നോടായി സംസാരിക്കുന്നത്. ഞങ്ങളെ ആരും വേണ്ടേ നിനക്ക്? ബ്രോ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഇതിന് മാത്രം ഞങ്ങൾ എന്താ ചെയ്തത്? എന്താ പറഞ്ഞേ? അവളോട് എന്തിനാ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? അവള് ചോദിച്ചതിന് എന്താ തെറ്റുള്ളത്? കറക്റ്റ്. നിങ്ങൾ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങളെ ആരും എനിക്ക് വേണ്ട. എന്താടാ നീ പറഞ്ഞതിന്റെ അർത്ഥം? അതിനിപ്പോ എന്താ സംഭവിച്ചത്? അത് ചോദിക്കാൻ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സ് വന്നു? അല്ല, ശിവാനിയെ പ്രണയിച്ചത് ഞാൻ, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതും ഞാൻ, കല്യാണ ഒരുക്കങ്ങൾ നടത്തിയതും എനിക്ക് വേണ്ടി, താലി കെട്ടിയത് മാത്രം അവൻ. അല്ല, നിങ്ങളാരും അത് തടഞ്ഞില്ലല്ലോ. അവര് തമ്മിൽ ഇഷ്ടമല്ലെങ്കിൽ ഒന്നാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കല്ലേ? അതിന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ മനസ്സ് വന്നു? ത്രിവിക്രം, നീ ഒന്ന് മനസ്സിലാക്ക്. തൃശൂലി കെട്ടിയ താലി ശിവാനിയുടെ കഴുത്തിലുണ്ട്. അവരിപ്പോ ഭാര്യ ഭർത്താവോ? അപ്പൊ അവരല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത്? അവർക്ക് പരസ്പരം ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? ശരി, ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ യാചിക്കുവോ? ഞങ്ങളെ രണ്ടുപേരും ഒന്നാക്ക്. അവനെ അവളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റ്. ത്രിവിക്രമ, നീ പറയുന്നത് തെറ്റാണ്. ഈ സമൂഹം സമ്മതിക്കില്ല, ഞങ്ങൾ ആരും സമ്മതിക്കില്ല. എനിക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങനെ തന്നെ പറയുമെന്ന്. എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. തെറ്റ് നിങ്ങളുടെ ആരുടെ അല്ല. നിങ്ങളെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചില്ലേ? തെറ്റ് എന്റെയാ. അല്ല, നിങ്ങൾക്ക് ആർക്കും ഞാൻ നന്നായി കാണണമെന്നും ഒരാഗ്രഹമില്ലേ? തെറ്റ് നിങ്ങളുടെ അല്ല, തെറ്റ് എന്റെയാ. ബ്രോ, എന്റെ ലൈഫ് തന്നെ ഫുള്ള് കൺഫ്യൂസ് ആയി പോയല്ലോ. എനിക്കൊന്നും ഓർമ്മ വരാത്തത് എന്തുകൊണ്ടാ? എനിക്കിനി എന്തെങ്കിലും അസുഖമുണ്ടോ? രാത്രി കിടന്ന് രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും എല്ലാം മറന്നുപോവാ. ശേ, എനിക്ക് എന്താ സംഭവിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് ശിവാനി എന്റെ റൂമിലേക്ക് വന്നു. അവളുടെ കയ്യിൽ പാലുണ്ടായിരുന്നു. അവൾ വന്നിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. എന്നിട്ട് അവളെ തന്നെ നോക്കി. പിന്നെന്താ പറ്റിയെന്ന് ഒരു ഓർമ്മയില്ലല്ലോ. ഓ, പിന്നീട് എന്താ സംഭവിച്ചേ? ഒരു ദിവസമാണെങ്കിൽ പോട്ടേന്ന് വെക്ക, രണ്ടാമത്തെ ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എന്താ ചെയ്യാ? രണ്ടാമത്തെ ദിവസം കുറച്ച് കൂടുതൽ ഓർമ്മയുണ്ട്. ഞാൻ തന്നെ അവളുടെ അടുത്ത് പോയിരുന്നു. പിന്നീട് അവളെ നോക്കിയിരുന്നു. അതിനുശേഷം എന്താ പറ്റിയേ? എന്ത് പറ്റിയെന്ന് ഒരു ഓർമ്മയില്ലല്ലോ. ആ, ഞാൻ ശിവാനിയെ കണ്ടു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു. പക്ഷെ അപ്പോഴേക്കും നേരം വെളുത്തില്ലേ? ഞാൻ ശിവാനിയെ നോക്കുന്നതിനും നേരം വെളുക്കുന്നതിനും ഇടയിലുള്ള സൈക്കിൾ ഗ്യാപ്പിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ശിവാനിയെ നോക്കുന്നത് കൊണ്ട് ഇതിന് പറ്റുന്നതായിരിക്കും. ഇടിക്കും ഞാൻ. എന്തെങ്കിലും ആവട്ടെ, ഇന്ന് രാത്രി ഞാൻ ശിവാനിയെ നോക്കില്ല. പിന്നെ എന്താ സംഭവിക്കാന്ന് നോക്കാലോ. ത്രിവിക്രം, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണ്. നമ്മുടെ ജന്മജന്മാന്തര പ്രണയം ഒന്നായിരുന്നെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. എടത്തി, എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നേ? ബോറടിക്കുന്നില്ലേ? ഇല്ല. എന്താ വല്ലാതിരിക്കുന്നേ? ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ത്രിവിക്രം ബ്രോ നേരത്തെ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടാണോ? ത്രിവിക്രം ബ്രോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവൻ എന്താ അങ്ങനെ പെരുമാറുന്നെന്ന് അറിയില്ല. പാവം, അമ്മ എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്നറിയോ? അവൻ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. അതവൻ മനസ്സിലാക്കേണ്ടതല്ലേ? അതായത്, നമുക്കൊരു മൊബൈൽ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുമായിരിക്കും. അത് സ്വന്തമാക്കണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് സാധിച്ചെന്ന് വരില്ല. സാധിച്ചില്ലെന്ന് കരുതി അതോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമുണ്ടോ?
വേറെ ഒരു മോഡൽ ഫോൺ വാങ്ങിയിട്ട് നമ്മൾ സമാധാനിക്കണം. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് പോലെയാ, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. വീണ, പ്രണയം എന്നത് നീ കരുതുന്നത് പോലല്ല. ഏടത്തി വിചാരിക്കുന്ന പോലെയല്ല. ഏടത്തിക്ക് ഇപ്പോൾ തൃശ്ശൂലിനെ കിട്ടിയില്ലേ, അതുകൊണ്ടിപ്പോൾ സ്നേഹമൊന്നും കുറഞ്ഞു പോയിട്ടില്ലല്ലോ. അവനും ഇപ്പൊ നിങ്ങളെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ. പ്രണയിക്കല്ല, അവൻ എന്റെ പ്രാണൻ എടുത്തോണ്ടിരിക്കുക. ഏടത്തി, കൂടുതലായിട്ട് ഇങ്ങനെയൊന്നും ആലോചിക്കണ്ട. തൃശ്ശൂൽ ബ്രോ നിങ്ങളെ നന്നായിട്ട് തന്നെ നോക്കും. നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് പേരായിരിക്കും. ആ കോൺഫിഡൻസ് എനിക്കുണ്ട്. ഒരിക്കലും സാധിക്കില്ല. എന്റെ ആദിശേഷന്റെ പ്രണയമാണ് ശ്രേഷ്ഠം. എന്റെ സർവസ്വവും അവനുള്ളത് മാത്രമാണ്. നിങ്ങളെ ആരെയും അത് മനസ്സിലാക്കി തരാനും പറ്റുന്നില്ലല്ലോ. എനിക്കതിനൊരു അവസരവും കിട്ടുന്നില്ല. എന്താ ചെയ്യുക ഞാൻ? ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിസ്സഹായായല്ലോ. ഓ മൈ ജൂലി, നീ എൻ ഗാനം നെഞ്ചിനുള്ളിൽ കേൾക്കും താളം, കണ്ണിൽ കണ്ണിൽ കൂടും കൂട്ടി, ചുണ്ടിൽ ചുണ്ടിൽ ചൂളം മൂളി. ഓ മൈ ജൂലി, നീ എൻ ഗാനം നെഞ്ചിനുള്ളിൽ. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും രാത്രിയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കണ്ടുപിടിച്ചേ പറ്റൂ. അത് മിസ് ചെയ്യാൻ പാടില്ല. അതിന് ഞാൻ ചാൻസും കൊടുക്കില്ല. യെസ്. അല്ല, സത്യത്തിൽ രാത്രിയിൽ എന്താ സംഭവിക്കുന്നത്? ഞാനാണെങ്കിൽ അവളോട് സംസാരിക്കാൻ വേണ്ടി അവളുടെ കണ്ണിലേക്ക് നോക്കും, പിന്നെ കണ്ണ് തുറക്കുമ്പോൾ നേരം വിളിക്കും. എനിക്ക് പറ്റുന്ന തെറ്റ് അതാണ്. ഇന്ന് രാത്രി ആ തെറ്റ് ഞാൻ ആവർത്തിക്കാനേ പാടില്ല. ആ ശിവാനി വന്നോ? ഒരു കാരണവശാലും അവളുടെ കണ്ണിലേക്ക് നോക്കാൻ പാടില്ല. തൃശൂർ, എന്താ ഇത്? നീ വീണ്ടും റൂം ഇങ്ങനെ? ഇത് നമ്മുടെ മൂന്നാമത്തെ രാത്രിയല്ലേ? എന്നുവെച്ചാ കഴിഞ്ഞ 2 രാത്രികളിലും എനിക്ക് എന്താ സംഭവിച്ചെന്ന് എന്ത് ചെയ്തിട്ട് ഓർമ്മ വരുന്നില്ല. അത് ഓർത്തെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ മൂന്നാമത്തെ രാത്രിയിലുള്ള സെറ്റപ്പ്. നിനക്ക് തലയ്ക്ക് എന്താ വട്ടായോ? ഇങ്ങനെ എല്ലാം മറന്നു പോവാണെങ്കിൽ ചിലപ്പോ വട്ടായി പോകും. ശിവാനി, 2 ദിവസമായിട്ട് എന്റെ ജീവിതത്തിൽ രാത്രിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കല്യാണം കഴിഞ്ഞുള്ള ദിവസങ്ങളില് ഭർത്താക്കന്മാരൊന്നും ഉറങ്ങാറില്ലെന്ന് കേട്ടിട്ടുള്ളേ. പക്ഷെ എന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാത്രികളിൽ ഒരുപാട് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാനേ പാടില്ല. തൃശൂർ, നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിനക്കിതൊന്നും മനസ്സിലാവില്ല ശിവാനി. ഞാൻ റൂമിന് പുറത്തിറങ്ങിയ ഉടനെ വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക, വെറുതെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഒന്നിനും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അതിനിടയിലാണെങ്കിൽ ത്രിവിക്രം അവനെ കളിയാക്കാൻ വേണ്ടി നടക്കാത്തതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞ? രാത്രിയിൽ ഞാൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, അത്രേ ഉള്ളൂ. തൃശൂൽ, ചുമ്മാ ആയിരിക്കും ശിവാനി. ഇങ്ങനെ ആയി എനിക്ക് ചിലപ്പോ വട്ടി പിടിച്ചെന്ന് വരും. ഇപ്പൊ എന്ത് വേണം? ഇപ്പൊ എനിക്ക് നിന്റെ പ്രണയം കിട്ടിയാ മതി. ഇവൻ ഇന്നും അങ്ങനെ തന്നെ പെരുമാറാണല്ലോ. ഇവനെ എത്രയും പെട്ടെന്ന് ഉറക്കി കിടത്തിയേ പറ്റൂ. എന്തിനാ തിരിഞ്ഞു നിൽക്കുന്ന? ഇങ്ങോട്ട് നോക്ക്. ഇല്ല, ഞാൻ തിരിയത്തില്ല. ഞാൻ ഇങ്ങനെ തന്നെ നിന്നോളാം. അതെന്താ? അതൊക്കെ നീ തന്നെ അറിയുന്ന. ഞാൻ തിരിയുന്നില്ല. തൃശൂൽ, ആദ്യ രാത്രിയിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കില് നീ ഇങ്ങനെ തിരിഞ്ഞു നിന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങോട്ട് നോക്ക്. ഇല്ലില്ല, അതൊന്നും വേണ്ട. ഇങ്ങനെ തന്നെ പറഞ്ഞാ മതി. ഇവനെന്താ ഇങ്ങനെ പെരുമാറുന്ന? കണ്ണിലേക്ക് നോക്കി ഉറക്കം വരുത്താന്ന് വിചാരിക്കുമ്പോ അവൻ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. എനിക്ക് വേണ്ടി ഒന്ന് തിരിയൂ തൃശൂൽ. പാല് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ കുടിക്ക്. ഇല്ലില്ല, ഞാൻ തിരിയില്ല. ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കില്ല. നീ കൊണ്ടുവന്ന പാലും എനിക്ക് വേണ്ട. എന്താ? എന്താന്ന് വെച്ചാ എന്നെ പറ്റിച്ചോണ്ടിരിക്കില്ലേ, അത് തന്നെ. എന്നുവച്ചാ? നോക്ക് ശിവാനി, നീയാണെങ്കിൽ പാല് കൊണ്ട് റൂമിലേക്ക് വരും, എന്റെ അടുത്തേക്ക് വരും, എന്നിട്ട് പാൽ എനിക്ക് തരും, ഞാൻ നിനക്ക് തിരിച്ചു തരും. നീയാണെങ്കിൽ ആ പാല് കുടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി അവിടെ കട്ടിലിരുത്തും, നിന്റെ അടുത്തേക്ക് വരും, പിന്നെ നിന്റെ മുഖത്തേക്ക് നോക്കും. പിന്നീട് അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ ഓർമ്മ വരുന്നുള്ളൂ. കണ്ണു ഉറക്കുമ്പോഴത്തേക്കും നേരം വെളുക്കും. രാത്രിയിൽ ഞാൻ ഉറങ്ങിപ്പോകുന്നതേ അറിയുന്നില്ല. അതുകൊണ്ട് ഞാനൊന്ന് ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കാം. ഒരു കാരണവശാലും നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കില്ല. പിന്നെ അങ്ങനെ തന്നെ. അങ്ങനെയെന്ന് വെച്ചാ? നിന്നെ ഞാൻ പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്.
നീയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇപ്പോഴാണ് സമ്മതം മൂളിയത്. ഞാനിനി ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധ വയ്ക്കും, അത്രേ ഉള്ളൂ. നിന്റെ അഹങ്കാരം കൂടുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. തൃശൂൽ, നോക്ക്, നീ ഇങ്ങനെയൊക്കെ പെരുമാറി എങ്ങനെ? രണ്ടാളും കണ്ണോട് കണ്ണ് നോക്കിയാലല്ലേ പ്രണയം ഉണ്ടാവൂ. ഇങ്ങോട്ടൊന്ന് നോക്കൂ തൃശൂൽ. അല്ല ശിവാനി, അത് ഇല്ല, വേണ്ട. പ്രണയമല്ലേ, അത് താനേ അങ്ങ് വന്നോളൂ. വാ ശിവാനി, ഇരിക്കേ. ശിവാനി, ഹേയ് ഇരിക്കുന്നേ. ഇരുന്നോ? അയ്യോ, സോറി 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 ശിവാനി. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇവന്റെ ശല്യം കൂടി വരികയാണല്ലോ. ഇല്ല, ഇവനെ ഇങ്ങനെ വിട്ടാൽ പ്രശ്നമാവും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. തൃശൂൽ, തൃശൂൽ, ഇങ്ങോട്ടൊന്ന് നോക്കൂ തൃശൂൽ. ശിവാനി, നീ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ നിന്റെ ശബ്ദം കേട്ട് അലിഞ്ഞു പോകുന്ന നീ വിചാരിക്കണ്ട. ഞാൻ ഒരുപാട് സ്ട്രോങ് ആണ്. പക്ഷെ എന്നെ വീക്കാക്കുന്ന എന്താണെന്ന് കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഒരു തവണ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നടന്നേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിക്കുന്നതൊക്കെ നടക്കണം. ഇന്ന് ഞാൻ നിന്നെ നോക്കാൻ പോകുന്നില്ല. ഇന്ന് ഞാൻ ഉറങ്ങില്ല, ഉറങ്ങില്ല, ഉറങ്ങില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അവന്റെ കണ്ണിലേക്കൊന്ന് നോക്കിയാ മാത്രം മതി. എന്റെ ശക്തി പ്രയോഗിക്കാമായിരുന്നു. തൃശൂർ, നീ ഇപ്പൊ പെട്ടു. നിനക്കിനി രക്ഷപ്പെടാനാവില്ല. തൃശൂർ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഞാൻ നിന്റെ അടുത്തുള്ളിടത്തോളം നിന്റെ ഗതി ഇതായിരിക്കുമെന്ന്. സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇന്ന് അമാവാസിയാണ്. ഇനി അല്പനേരത്തിനുള്ളിൽ അത് കഴിയും. ഗുരുദേവൻ പറഞ്ഞതുപോലെ 3 അമാവാസിയിൽ 1 അമാവാസി കഴിയാൻ പോകുന്നു. ഈ സമയത്ത് മഹാദേവന് പൂജ ചെയ്ത് നാഗമാണിക്യത്തെപ്പറ്റി ചോദിക്കണം. മണി 11 ആയല്ലോ. ആദ്യം ആ പണി തീർക്കണം.